സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ മീഡിയ സെമിനാറിൽ അതിഥിയായി പങ്കെടുക്കുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകനായ റെജിമോൻ കുട്ടപ്പൻ ഇപ്പോൾ സുപ്രഭാതത്തോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. സമസ്തയുടെ സമ്മേളനം 3 ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത ഒരു 100 വർഷം തികയ്ക്കുന്ന മനോഹരമായ ഒരു സാഹചര്യം. ഇവിടെ വരുമ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? വാട്ട് ഐ സീ ഈസ് ഒരു കമ്മ്യൂണിറ്റി ടുഗദർനെസ് ഞാൻ വന്നപ്പോഴേ കണ്ടു. ഇത്ര അധികം ആളുകൾ, ഇതൊരു സോളിഡാരിറ്റിയാണ്. ഈ സോളിഡാരിറ്റിയും ടുഗദർനെസ്സുമാണ് ഇപ്പോഴത്തെ നീഡ് ഓഫ് ദ ഹവർ എന്ന് പറയുന്നത്. ലോകത്തെല്ലായിടത്തും വിഭാഗീയമായി ആൾക്കാരെ വേർതിരിക്കുമ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയുടെ ഒത്തൊരുമ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ലെറ്റ് ഇറ്റ് കണ്ടിന്യൂ. ഇപ്പോൾ ഈ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ തന്നെ ടാഗ് ലൈൻ ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടെന്നാണ് പറയുന്നത്. ആ ആദർശ വിശുദ്ധി ഇനിയും ഒരു നൂറ്റാണ്ടുകളും പല നൂറ്റാണ്ടുകളായി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെപ്പോലെയുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റിനെ ജേർണലിസം തൊട്ട് മറ്റ് പല സെഷനുകളിലും എന്നെയും വിളിച്ചതിൽ അതിലെനിക്ക് അതിയായ സന്തോഷവും നന്ദിയുണ്ട്. ആ ഓപ്പൺനെസ്സും ആ ബ്രോഡ് മൈൻഡും ആ ഒരു ഓപ്പൺ പെർസെപ്ഷനും ഇനിയും ഉണ്ടാകട്ടെ. അത് നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും മുന്നോട്ട് പോകാനുള്ളൊരു ശക്തിയായിരിക്കും. നമ്മളൊക്കെ ഒരു മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇപ്പം പുതിയ കാലഘട്ടത്തിൽ സമസ്ത എന്ന് പറയുന്ന ആദർശത്തിലൂടെ പോകുന്നതാണ്. പലപ്പോഴും സമസ്തയുടെ ആദർശ വഴിയിലൂടെ സമസ്ത സഞ്ചരിക്കുമ്പോൾ പല തരത്തിലുള്ള വിമർശനങ്ങൾക്ക് മാധ്യമങ്ങളിൽ നിന്ന് വരാറുണ്ട്, പബ്ലിക്കിൽ നിന്ന് വരാറുണ്ട്, മറ്റു പല തരത്തിൽ ഇതിനെ ചിത്രീകരിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ അങ്ങേക്ക് എന്താണ് ആ വിഷയങ്ങളിലൊക്കെ തോന്നാറുള്ളത്? ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ലെറ്റ് ദ ഡോഗ്സ് ബാർക്ക് ബട്ട് ദ കാരവൻ വിൽ മൂവ് ഓൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ആൾക്കാർ വിമർശിച്ചോട്ടെ, പക്ഷെ നമ്മൾ നമ്മുടെ ആദർശ വിശുദ്ധിയോടുകൂടി നമ്മുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത് മാത്രമേ ലോങ് റണ്ണിൽ നമ്മളെ സഹായിക്കുള്ളൂ, നമ്മുടെ കമ്മ്യൂണിറ്റിയെ സൊസൈറ്റിയെ സഹായിക്കത്തുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും വിമർശിക്കുന്നിടത്ത് നിർത്തേണ്ടതല്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് സാധിക്കും. ശരിയാണെങ്കിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. കാരണം ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റാണ്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നൊരു ജേർണലിസ്റ്റാണ് ഫിനാൻഷ്യലി. പക്ഷേ എങ്കിൽ പോലും എനിക്ക് എത്തിക്സിലും മോറൽസിലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് എനിക്ക് ഈ സ്ട്രഗിൾ ഉണ്ടാകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫാമിലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ, ബിക്കോസ് ഉള്ളിടത്തോളം കാലം നല്ല വാർത്തകൾ ചെയ്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഒരു ലെഗസി എൻ്റെ മക്കൾക്കും എൻ്റെ കമ്മ്യൂണിറ്റിക്കും എനിക്ക് ചുറ്റുപാടുമുള്ളവർക്ക് വിട്ടിട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ എനിക്ക് ദുഃഖമൊന്നുമില്ല ആരെങ്കിലും വിമർശനം മുന്നോട്ട് ഉന്നയിക്കുമ്പോൾ. അതിപ്പോൾ സുപ്രഭാതം പത്രത്തിനെ വിമർശിച്ചാലും മറ്റേത് പത്രത്തിനെയും മാധ്യമപ്രവർത്തകരെ വിമർശിച്ചാലും എനിക്കതിൽ ദുഃഖമില്ല. അവരുടെ ഭാഗത്ത് ശരിയായ വാർത്താ അവതരണവും വാർത്ത കൊടുക്കുന്നതും ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് മൂവ് ഓൺ ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ലോങ് റൺ. ഈ സമസ്തയുടെ 100 വർഷം പിന്നിട്ട് ഇനിയൊരു പുതിയൊരു യുഗത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമസ്തയുടെ മുൻപിൽ നമ്മുടെ ഒരു നിരീക്ഷണത്തിലുണ്ടാകുന്ന സാധ്യതകളും വെല്ലുവിളികളും അവസരങ്ങളും ദുഃഖവും സന്തോഷവും അങ്ങനെയൊക്കെ പറയുമ്പം എങ്ങനെയൊക്കെ ഒരു മാറ്റം ഈ ഒരു നൂറ്റാണ്ടിൽ സംഭവിക്കും, ഈ സംഘടനയ്ക്ക് സംഭവിക്കും? ലോട്ട് ഓഫ് ചേഞ്ചസ് റാപ്പിഡായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ 2-3 ദിവസം മുമ്പ് ഓപ്പൺ എഐയുടെ പുതിയൊരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. ആൻഡ്രോഫോബിക് എന്നുകൊണ്ടാണ് പറയുന്നത്. അത് കോടിക്കണക്കിന് രൂപയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ പുതിയ പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ക്രാഷായത്. ലോകത്ത് തന്നെ IT-യിൽ ജോലി ചെയ്യുന്നവരുടെ 50% ജോലി നഷ്ടപ്പെടും ഈ ഒരു പ്ലാറ്റ്ഫോം വരുന്നതോടുകൂടി എന്നാണ് പറയുന്നത്, ഈ LLM മോഡൽ വരുന്നതോടുകൂടി. അപ്പോൾ അത്തരത്തിൽ റാപ്പിഡായിട്ട് ചേഞ്ചസ് നടക്കുമ്പം സമസ്തയെ പോലെയുള്ള ഓർഗനൈസേഷന് മുമ്പിലും ചലഞ്ചസ് ഒരുപാടുണ്ടാവും. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ ജെൻസി വിപ്ലവം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അവരെ ഒക്കെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരു ബെറ്റർ വേൾഡിന് വേണ്ടി വർക്ക് ചെയ്യാൻ സമസ്തയെ പോലെയുള്ള ഓർഗനൈസേഷന് ഇത്രയും നാളും സാധിച്ചിട്ടുണ്ട്, ഇനിയും സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.